ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എഫ് കൺസർവേറ്റീവ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ചെയ്തത്. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനും സിമിലർ ആണ്. പ്രൂവ് ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഇ പവർ വൈ ഐ പ്ലസ് എക്സ് ഇ പവർ വൈ ജെ ഈസ് കൺസർവേറ്റീവ് ഇൻ ദ എൻറ്റയർ എക്സ് വൈ പ്ലെയിൻ. അതായത് എഫ് എന്ന് തന്നിട്ടുണ്ട് വെക്ടർ, ഇതെന്താണ് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുക, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യുക, കേൾ എഫ് കണ്ടുപിടിക്കുക. അത് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ കൺസർവേറ്റീവ് ആണെന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫ് എടുത്ത് എഴുതുന്നു, കേൾ എഫ് എഴുതുന്നു. കേൾ എഫ് എഴുതുമ്പോൾ നമുക്കറിയാം എൻ്റെ ഫോമാറ്റ് ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസെഡ്. ആൻഡ് തേർഡിൽ വന്നിട്ട് ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഐയുടെ കോഎഫിഷ്യൻ്റ് ആണ്, അതേതാണ് ഇ പവർ വൈ ആയിരിക്കും. സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് എക്സ് ഇ പവർ വൈ ആയിരിക്കും. തേർഡ് ഇവിടെ കെയുടെ കോഎഫിഷ്യൻറ്റ്, കെ ടേമേ ഇല്ല, അപ്പോൾ കെയുടെ കോഎഫിഷ്യൻറ്റും നമ്മൾ 0 ആയിട്ടാണ് എടുക്കേണ്ടത്. ഇനി എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഐ ഇൻറ്റു 0, അതായത് ഈ റോയും ഐയുടെ കറസ്പോണ്ടിങ് റോയും കോളും വിട്ടതിന് ശേഷം ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഡോ ബൈ ഡോ വൈ ഇൻറ്റു 0 ആണ്, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്താവും, 0 ആവും. അതേപോലെ തന്നെ മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എക്സ് ഇ പവർ വൈ മൈനസ് ജെ ഇൻറ്റു 0, അവിടെയും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 ആണ് വരുന്നത്. മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് ഇ പവർ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇ പവർ വൈ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇ പവർ വൈ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇനി എന്ത് ചെയ്യുക, ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മീൻസ് ഇവിടെ എന്ത് വരും, 0 വരും, കാരണം ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്, ഇസഡ് ടേംസ് ഇവിടെ ഇല്ല, അപ്പോൾ ഇത് മൊത്തത്തിലൊരു 0 വരികയാണ്. അതുപോലെ ഇവിടെയും എന്താണ്, ഇസഡ് ടേം ഇല്ല, അതുകൊണ്ട് മൊത്തത്തിൽ 0 വരികയാണ്, അതും 0 ചെയ്യുന്നു വരും. തേർഡ് ഇവിടെ വന്നിട്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇ പവർ വൈ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എക്സ് മാത്രം പാർഷ്യലി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ മതിയാവും. മറ്റേത് എന്തായിട്ട് എടുത്താൽ മതി, കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 1 ആയി പോകും, ഇ പവർ വൈ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. അപ്പോൾ ഇ പവർ വൈ മൈനസ് ഇവിടെ എന്ത് വരും, വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇ പവർ വൈ ചെയ്യേണ്ടത്, അപ്പോൾ എന്ത് വരും, ഇ പവർ വൈ തന്നെയായിരിക്കും വരുന്നത്. ഇ പവർ വൈ മൈനസ് ഇ പവർ വൈ, അതും 0 ആയിട്ട് പോകും. ടോട്ടലി ഇതെന്ത് വരും, 0 എന്ന് വരും. അപ്പോൾ കേൾ എഫ് ഇസ് ഈക്വൽ ടു 0 വരുന്നതുകൊണ്ട് എഫ് എന്തെന്ന് പറയാം, കൺസർവേറ്റീവ് ആണെന്ന് പറയാം. നെക്സ്റ്റ് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഫംഗ്ഷൻ ഇച്ചിരി വലുതാണെന്നേ ഉള്ളൂ, വെക്ടർ ഇച്ചിരി വലുതാണെന്നേ ഉള്ളൂ, കാരണം ഐയുടെ കോഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിലുണ്ട് 6xy മൈനസ് 5 അത് എത്രയും ചേർത്താണ് ഒരു ഒറ്റ എലമെൻ്റ് ആയിട്ട് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ജെയുടെ കോഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഈ 3 ടേമും ചേർത്തിട്ടാണ്, ഇതൊന്നും വിട്ടുകളയരുത്, 3 ചേർത്തിട്ടാണ് നമ്മൾ ആ ഡിറ്റർമിനൻ്റ് എഴുതുമ്പോഴത്തേക്കും എഴുതേണ്ടത്. ഫസ്റ്റ് എലമെൻറ്റ് ഇതാണ് F1, ഇത് മൊത്തത്തിലാണ് F2 എന്നുള്ളത്. കെ ഇവിടെ ഇല്ല, സോ ഐയും ജെയും ഇട്ടതിന് ശേഷം കെയുടെ കോഫിഷ്യൻറ്റിൽ 0 ഇട്ട് ചെയ്താൽ മതിയാവും. കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അടുത്തൊരു നോട്ട് നോക്കാം. ഡൈവ് എഫ് ചെയ്യുമ്പോഴത്തേക്കും 0 വരാണെങ്കിൽ ആ എഫിന്, ആ വെക്ടറിന് നമുക്ക് എന്തെന്ന് പറയാം, സോളിനോയിഡൽ ആണെന്ന് പറയാം. അതുപോലെ കേൾ എഫ് ചെയ്യുമ്പോൾ 0 ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം അറിയാം, കേൾ എഫ് 0 വരാണെങ്കിൽ എഫ് കൺസർവേറ്റീവ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അതേപോലെ തന്നെ ഒരു ടേം കൂടി നമുക്ക് പറയാം, അത് ഇറോട്ടേഷണൽ ആണെന്നും കൂടി പറയാം. നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതല്ല, ഞാൻ ജസ്റ്റ് സൈഡിൽ ഒരു റിമാർക്കായിട്ട് പറയുന്നതേ ഉള്ളൂ. അഥവാ എങ്ങനെ നിങ്ങൾക്ക് 1 മാർക്കിൽ ചോദിച്ചാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡൈവ് എഫ് ചെയ്യുമ്പോഴത്തേക്ക് ഈസ് ഈക്വൽ ടു 0 വരികയാണെങ്കിൽ കറസ്പോണ്ടിങ് എഫ് എന്തായിരിക്കും, സോളിനോയിഡൽ ആയിരിക്കും. കേൾ എഫ് 0 ആണെങ്കിൽ ഒന്നുകിൽ കൺസർവേറ്റീവ് ഓർ ഇറോട്ടേഷണൽ, രണ്ടിലേതുവാണെങ്കിലും പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് ദ വെക്ടർ 3y പവർ 4z² പ്ലസ് 4x³ മൈനസ് 3x²y² ഈസ് എ സോളിനോയിഡ്. അപ്പോൾ സോളിനോയിഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്തുവാണ്, ഡൈവ് എഫ് 0 ആയിരിക്കണം. അപ്പോൾ ഇത് സോളിനോയിഡ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഡൈവ് എഫ് 0 കിട്ടുകയാണെങ്കിൽ ഇത് സോളിനോയിഡ് ആവും. അപ്പോൾ ഡൈവ് എഫ് നമുക്ക് കണ്ടുപിടിക്കാം. ഡൈവ് എഫ് ഇസ് ഈക്വൽ ടു, എന്താണ് ഡൈവ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എഫ് ആണ്. ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഡോ ബൈ ഡോ എക്സ് ഓഫ് F1 പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് F2 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇവിടെ F1 ഏതാണ്, ഈ ടേമാണ് F1 ഇട്ടു, പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് F2 ഇട്ടു, പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് തേർഡ് ടേം F3 അതുകൂടെയാണ്. അപ്പോൾ ഇതെന്ത് വരികയാണ് നിങ്ങൾക്ക്, അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് 3y പവർ 4z² എന്ത് വരും, അതായത് ഇവിടെ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യേണ്ടത്, വൈയും ഇസഡും ഉള്ളൂ, അപ്പോൾ അതെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് വരും 0. അടുത്ത ഡോ ബൈ ഡോ എക്സ് ഓഫ് 4x³ z³ വൈ ഇവിടെ ഇല്ല, അപ്പോൾ ബാക്കിയെല്ലാം കോൺസ്റ്റൻറ്റ്, സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0. ഇവിടെ ഇസഡ് ടേം ഇല്ല, ബാക്കി കോൺസ്റ്റൻ്റേ ഉള്ളൂ, സോ 0. ടോട്ടലി 0 വരെയാണ് ഡൈവ് എഫ് കണ്ടുപിടിക്കുമ്പോൾ. Therefore എഫ് ഇസ് എ സോളിനോയിഡ് നമുക്ക് പറയാം.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ സോ ദാറ്റ് ദ വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3y ഇൻറ്റു ഐ പ്ലസ് വൈ മൈനസ് 2z ഇൻറ്റു ജെ പ്ലസ് എക്സ് പ്ലസ് എ ഇ സെഡ്. ഇവിടെ ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ സെഡ് ഇൻറ്റു കെ ഈസ് എ സോളിനോയിഡ്. അപ്പോൾ നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്, അതൊരു സോളിനോയിഡ് ആണെന്ന് ഒരു തന്നിട്ടുണ്ട്. അപ്പോൾ സോളിനോയിഡ് ആണെങ്കിൽ നമുക്കറിയാം ഡൈവേഴ്സൻ്റ് ആയിരിക്കും, കൺഫേം 0 ആയിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ സോളിനോയിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഡൈവേഴ്സ് 0 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും സോളിനോയിഡ് ആണെന്ന് തന്നിരിക്കുകയാണ് ഈ വെക്ടർ. സോ എയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോളിനോയിഡ് ആണെങ്കിൽ കൺഫേം ഡൈവേഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡൈവേഴ്സ് ഈക്വൽ ടു നമ്മൾ കറസ്പോണ്ടിങ് ഫോർമുല അപ്ലൈ ചെയ്യുകയാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇക്വേഷനിൽ എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് പ്ലസ് 3y പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ മൈനസ് 2z പ്ലസ് ഡോ ബൈ ഡോ z ഓഫ് എക്സ് പ്ലസ് az ഇസ് ഈക്വൽ ടു 0. സോളിനോയിഡ് ആയതുകൊണ്ട് ഈക്വൽ ടു 0 നമ്മൾ എടുത്തു. സോ ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് മാത്രം ചെയ്താൽ മതി. സോ 1, 3y 0 ആയി പോവും. ഇവിടെ എന്ത് വരും? ഇവിടെയും ഒരു 1, കാരണം മൈനസ് 2z 0 ആയി പോവും. പ്ലസ് ഇവിടെ എന്ത് വരും? എക്സ് 0 ആവും. എ ഇസഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എ എന്നേ വരത്തുള്ളൂ, കാരണം ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുമ്പോഴത്തേക്കും 1 ആവും. അപ്പോൾ എ മാത്രമേ വരുള്ളൂ. നമുക്ക് 1 + 1 + എ ഈക്വൽ ടു 0. സോ 2 + എ ഈക്വൽ ടു 0, എ ഈക്വൽ ടു -2. അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് -2 ആണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറയുന്നത് ലൈൻ ഇൻ്റഗ്രൽ ആണ്. ഇതെന്ന് വെച്ചാൽ ഒരു സ്മൂത്ത് കർവ് സി തന്നിരിക്കും ആൻഡ് എഫ് ബി എ കണ്ടിന്യൂസ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ, എഫ് എന്നൊരു ഫംഗ്ഷനും തന്നിരിക്കും. ഇനി എന്താണ് ഇതിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് അലോങ് സി, അതായത് ഒരു എന്താണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ ഇതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇൻ്റഗ്രൽ അലോങ് എന്താണ് ഈ ഫംഗ്ഷൻ, ഇൻ്റഗ്രൽ സി എഫ് ഡി എസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് എന്താണ് പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ആൻഡ് വൈ ഈക്വൽ ടു വൈ ഓഫ് ടി വിത്ത് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സി ഇൻ 2 സ്പേസ്. അതായത് നമുക്ക് സി എന്ന് പറയുന്ന ഒരു സ്മൂത്ത് കർവ് ആയിരിക്കും, അതിൽ കൂടിയുള്ള ഈ എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ ലൈൻ ഇൻ്റഗ്രലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ സ്മൂത്ത് കർവ് എപ്പോഴും നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? പാരാമെട്രിക് ഇക്വേഷൻ ആയിട്ടായിരിക്കും തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ പാരാമെട്രിക് ഇക്വേഷൻ തന്നിരിക്കുന്നത് ഫംഗ്ഷൻ അല്ല, ആ സ്മൂത്ത് കർവിൻ്റെ എന്താണ് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും തന്നിരിക്കുന്നത്. ദെൻ ഇതിപ്പോൾ 2 സ്പേസിലാണെങ്കിൽ ഇൻ്റഗ്രൽ സി എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എസ്, ഇവിടെ എഫ് ഓഫ് എക്സ് കോമ വൈ 2 സ്പേസ് ആയതുകൊണ്ടാണ്. 3 സ്പേസ് ആയിരുന്നെങ്കിൽ ഒരു ഇസഡ് കൂടി വന്നേനെ. ഇവിടെ 2 സ്പേസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി നോട്ട് ടു ടി വൺ. ഇത് ആ സ്മൂത്ത് കർവിൻ്റെ ലിമിറ്റാണ്. ടി നോട്ട് എന്ന് പറയുന്ന ഒരു പോയിൻറ്റ്, ടി വൺ എന്ന് പറയുന്നത് മറ്റൊരു പോയിൻറ്റ്. എഫ് ഓഫ് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി, അതായത് എക്സ് കോമ വൈക്ക് പകരം നമ്മൾ ആ പാരാമെട്രിക് ഇക്വേഷൻ അങ്ങ് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അതായത് ഇതെല്ലാം ഇൻ ടേംസ് ഓഫ് ടി ആക്കുന്നു എന്നുള്ളതാണ്. ഇൻറ്റു റൂട്ട് ഓഫ് ഡി എക്സ് ബൈ, ഈ ഡി എസിൻ്റെ എക്സ്പാൻഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഡി എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ. ഇവിടെ എക്സും വൈയും ഒക്കെ നമുക്കറിയാം. വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യുക, സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ ഇതൊരു ഫോർമുലയാണ് ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ സി എന്ന് പറയുന്നത് സ്മൂത്ത് കർവ് ആയിരിക്കും, ടി നോട്ട് ടു ടി വൺ എന്നുള്ളത് അതിൻ്റെ ലിമിറ്റ് ആയിരിക്കും, എഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഫംഗ്ഷനും ആയിരിക്കും. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് 3 സ്പേസിൽ വരികയാണെങ്കിൽ ഇൻ്റഗ്രൽ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു ഡി എസ് എന്ന് വരും. ഇസ് ഈക്വൽ ടു ടി നോട്ട് ടു ടി വൺ എന്ന് പറയുന്നത് സ്മൂത്ത് കർവിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ്, എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് സ്മൂത്ത് കർവ് ഒക്കെ തന്നിരിക്കും. അത് ആ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുക. റൂട്ട് ഓഫ് എന്താണ് ഇവിടെ 3 വേരിയബിൾസ് വരുന്നുണ്ട്. റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടി. അതാണ് ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക. അതിൻ്റെ ഒരു പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും.